ജി സുകുമാരൻ നായർ അങ്ങനെ കളം മാറ്റി ചവിട്ടാൻ തുനിയുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ പിണറായി സർക്കാരിനോട് മുഖം തിരിച്ച സുകുമാരൻ നായർ ഇപ്പോൾ ഭരണപക്ഷത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ദശാബ്ദങ്ങളായി NSS കാത്തു സൂക്ഷിച്ച സമദൂര നിലപാട് ഇപ്പോൾ പൂർണ്ണമായും തകർന്നു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പതിവ് തെറ്റിച്ചുള്ള ഈ മാറ്റം കേവലം സാമൂഹിക സഹകരണമായി കാണാൻ കഴിയില്ല. സർക്കാരുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് സുകുമാരൻ നായരുടെ ഇപ്പോഴത്തെ നിലപാട്. ഭക്തരുടെ വികാരങ്ങൾക്ക് അതീതമായി നയങ്ങൾ സ്വീകരിച്ച സർക്കാരിന്റെ നടപടികളെ പാടെ മറന്ന് അവർക്ക് സ്തുതി പാടാനാണ് സുകുമാരൻ നായർക്ക് തിടുക്കം. വിശ്വാസത്തിന്റെ പേരിൽ സമരങ്ങളെ നേരിട്ട സർക്കാർ ഇപ്പോൾ അധികാരത്തിന്റെ ഹുങ്കിൽ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇത് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കാപട്യമാണ്. സുകുമാരൻ നായർക്കെതിരെ ഉയർന്ന കട്ടപ്പ ബാനർ NSSനകത്തുള്ള വലിയ പൊട്ടിത്തെറികളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രതിഷേധങ്ങളെ കാശ് കൊടുത്താൽ കിട്ടുന്ന ബാനറുകൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് പോലും ആഭ്യന്തര കലഹം മറച്ചു പിടിക്കാനാണ്. പുറത്തുനിന്നാണ് ഇങ്ങനൊരു നീക്കം ഉണ്ടായതെന്ന് പഴിക്കുമ്പോൾ സ്വന്തം അണികൾക്കിടയിൽ ഈ അവിശ്വാസം വളരാൻ ഇടയായ സാഹചര്യം നേതൃത്വം പരിശോധിക്കണം. കൂടാതെ കോൺഗ്രസ് നേതാക്കൾ ആരും കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിട്ടില്ല എന്ന സുകുമാരൻ നായരുടെ പ്രസ്താവന പ്രതിപക്ഷത്തോട് വാതിൽ കൊട്ടിയടയ്ക്കുന്നതിന് തുല്യമാണ്. ഭരണപക്ഷം NSS നേതൃത്വത്തിന്റെ പിന്തുണ ഉറപ്പിക്കാൻ നെട്ടോട്ടമോടുമ്പോൾ കോൺഗ്രസ് ഔദ്യോഗിക ചർച്ചകൾക്ക് തിടുക്കം കാണിക്കാത്തത് രാഷ്ട്രീയപരമായ ഔചിത്യമാണ്. NSSുമായി ദീർഘകാല ബന്ധമുള്ള കോൺഗ്രസ് നിലവിലെ രാഷ്ട്രീയ വിവാദങ്ങളിൽ വീണ് വിലപേശാൻ ശ്രമിക്കാത്തതാണ്. തിടുക്കം കാണിക്കാതെ വിവാദങ്ങൾ കെട്ടടങ്ങാൻ കാത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ കരുതലോടെയുള്ള നിലപാടാണ്. വിശ്വാസ സംരക്ഷകരായി അന്നും ഇന്നും NSSനൊപ്പം ഉറച്ചു നിന്നത് കോൺഗ്രസ് മാത്രമാണ്. അതിനാൽ തന്നെ പിണറായി സർക്കാരിനോടുള്ള കോൺഗ്രസിന്റെ വെല്ലുവിളി ഇതാണ്. ഭക്തരുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുമെങ്കിൽ ഹൈക്കോടതിയിലുള്ള സത്യവാങ്മൂലം ഉടനടി സർക്കാർ പിൻവലിക്കണം. വെറും വാഗ്ദാനങ്ങളല്ല, നിയമപരമായ ഉറപ്പാണ് ഇവിടെ ആവശ്യം. ആ സത്യവാങ്മൂലം പിൻവലിക്കാത്തിടത്തോളം കാലം സുകുമാരൻ നായരുടെ ഈ നിലപാട് തെരഞ്ഞെടുപ്പ് കാലത്തെ വെറും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒളിച്ചോട്ടം മാത്രമാണ്. NSS നേതൃത്വത്തിന്റെ ഈ നിലപാട് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ വലിയ രീതിയിൽ മാറ്റിമറിക്കും. വിശ്വാസികളുടെ യഥാർത്ഥ സംരക്ഷകർ ആരാണെന്ന് കേരള ജനത തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.